ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ കണ്ടു, ഇതാണ് നമ്മുടെ ചാമ്പയ്ക്കയുടെ മരം. ഇതിനിപ്പോൾ കുറേ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിൻ്റെ അപ്പുറത്താണ് കുറേ ഉള്ളത്. ഞാൻ അതൊക്കെ കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് നമ്മളെ ചാമ്പയ്ക്ക മരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ്. അവിടെ ഇങ്ങനെ കുറേ കായ്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ മുകളിലൊക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കിളികളും പ്രാണികളും ഒക്കെ വന്ന് കൊത്തിക്കൊണ്ടൊക്കെ പോയി. അപ്പം ഞങ്ങളിങ്ങനെ താഴെ നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ ആരും എടുക്കാതെ, ആർക്കും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇത് ചോന്നൻ ഉറുമ്പുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം എനിക്ക് കുറേ കടി കിട്ടി. നല്ല ചൊറിച്ചിലും നല്ലൊരു ഒരു അരപ്പുണ്ടായിരുന്നു, നല്ലൊരു സെൻസേഷൻ ഉണ്ടായിരുന്നു. അതുണ്ടാക്കി ഞാൻ ഒരു വെറൈറ്റി ചാമ്പയ്ക്ക കണ്ടുപിടിച്ച് ഗൈസ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഷേപ്പ്? കൊള്ളാമല്ലേ? അപ്പം ഞാൻ മേളിലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ മുകളിലും വേറൊരു പുതിയ ഇങ്ങനെ കുഞ്ഞത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ചാമ്പയ്ക്കകൾ. പിന്നെ നിങ്ങൾക്ക് റെഡ് ചാമ്പയ്ക്കാണോ ഗ്രീൻ ചാമ്പയ്ക്കാണോ ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റെഡ് ചാമ്പയ്ക്കാണ് ഇഷ്ടമുള്ളത് റെഡ് ഹാർട്ടും, ഗ്രീനാണ് ഇഷ്ടമെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് കുറച്ചുകൂടെ ഗ്രീനാണ് ഇഷ്ടപ്പെട്ടത്, കാര്യം അതിന് കുറച്ചുകൂടെ നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു 7 നമുക്ക് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല ഇങ്ങനെ ജ്യൂസി ആയിട്ടുള്ള നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയും ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് ഡു ഹെൽപ്പ്. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കും. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, എണ്ണ തേക്കുന്ന ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഞാൻ കേൾപ്പിക്കാം. അമ്മ എണ്ണ തേപ്പിച്ച് കൊടുക്കുന്നതിനിടയ്ക്ക് എൻ്റെ അനിയത്തി കരഞ്ഞതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ.